ദിലീപിനെ എങ്ങനെയെങ്കിലും പൂട്ടണം, കഠിനമായി ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു തംബ്നെയിൽ കണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് തികച്ചും എല്ലാവരുടെയും ആഗ്രഹം മാത്രമാണ്. ചില ആൾക്കാർ ദിലീപിനെ കുറ്റക്കാരനായി കാണാൻ ഇന്നും ആഗ്രഹിക്കുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ഒരുപാട് നാളുകളായി കഷ്ടതയും വിചാരണയും അനുഭവിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥ പ്രതികളെ പിടികൂടി അവർക്ക് ശിക്ഷയും കിട്ടി. പക്ഷെ ഇന്നും ചിലര് ദിലീപാണ് പ്രതിയെന്നും ദിലീപിനെ ശിക്ഷിക്കണമെന്നും വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ദിലീപ് പുറത്തിറങ്ങിയാൽ പോലും ദിലീപിനെ കുടുക്കാൻ ഇന്നും അവർ കച്ച കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു വ്യക്തമായ ഉദാഹരണമാണ് ഇന്ന് ദിലീപിനെതിരായ വക്കീൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ പറഞ്ഞത് ജഡ്ജി മോശമാണ്, ജഡ്ജി കൈക്കൂലി മേടിച്ചിട്ടാണ് വിധി പറഞ്ഞത് എന്നാണ്. പക്ഷെ അതിന് വ്യക്തമായ അനുകൂലമായ വിധിയോ അല്ലെങ്കിൽ അനുകൂലമായ തീരുമാനങ്ങളോ അവർക്ക് കിട്ടിയിരുന്നില്ല. ഇനി അവര് പ്ലേറ്റ് അങ്ങ് മാറ്റി ദിലീപിനെതിരെയുള്ള, അതായത് അതിജീവിതയുടെ വക്കീലിനെതിരെയാണ് ഇനിയിപ്പോ അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. വക്കീല് കോടതി മുറിയിൽ അലക്ഷ്യമായി പെരുമാറുക, വക്കീലിന് പണി അറിയത്തില്ല, വക്കീല് കോടതി മുറിയിൽ വന്ന് കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നൊക്കെ വാദിച്ച് കൂട്ടുന്നുണ്ട്. അതായത് വക്കീലിന് ഭ്രാന്തായിരുന്നു എന്ന് വരെ അവര് സ്ഥിരീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ ദിലീപിനെ പൂട്ടണം. അപ്പോഴും നിങ്ങൾ ഓർക്കണം, യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടു പോട്ടെ, എന്നിരുന്നാലും ദിലീപിനെ എങ്ങനെയെങ്കിലും പൂട്ടണം. ദിലീപാണ് ഇത് ചെയ്തത് എന്ന് അവർ കഠിനമായി ഉറപ്പിച്ചിരിക്കുകയാണ്. എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. കാരണം ദിലീപ് ഈ ഗൂഢാലോചന ചെയ്തു എന്ന് വ്യക്തമായ തെളിവുകളില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൾസർ സുനി പറഞ്ഞത് വെച്ച് ദിലീപാണ് ചെയ്തതെന്ന് പോലീസിന് ചെറിയൊരു സൂചന കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ദിലീപിനെ കൊടുക്കാനുള്ള തെളിവുകൾ ഈ പോലീസ് ഉണ്ടാക്കുകയായിരുന്നു. അപ്പോഴും യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിന് വ്യക്തമായി ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഈ നടിയെ ആക്രമിച്ച സംഭവം കഴിഞ്ഞ് ഈ പൾസർ സുനി 20 മിനിറ്റോളം വേറൊരാളുമായി സംസാരിച്ചു, വേറൊരു വ്യക്തിയുടെ വീട്ടിൽ പോയി. പക്ഷെ ഇതാരെന്നോ എന്താണ് വിഷയമെന്നോ ഇവരാരും ചിന്തിച്ചിട്ടുമില്ല, ഇവരാരും ഇതിന്റെ പുറകെ പോയിട്ടുമില്ല. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, നടിയെ ആക്രമിച്ചു കഴിഞ്ഞ് നടിയെ കൊണ്ട് ഒരു മുദ്രപത്രത്തിൽ ഒപ്പിടിപ്പിച്ചു. ഈ മുദ്രപത്രം എന്താണെന്നോ ഇതിന്റെ അകത്തുള്ള സാക്ഷികൾ ആരൊക്കെയാണ് ഇതിന്റെ അകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നോ ഇവരാരും ചിന്തിച്ചുമില്ല, ഇവരാരും ഇതിന്റെ പുറകെ പോയിട്ടുമില്ല. അപ്പോഴും ഓർക്കണം, യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൾസർ സുനി ഒരു മേഡത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അന്നേരം ഈ മേഡം ആരാണെന്ന് പോലും ചിന്തിച്ചിട്ടില്ല ഇവിടെയുള്ള ജനങ്ങൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള പോലീസുകാർ. ഈ മേഡത്തിന്റെ പുറകെ പോയിട്ടില്ല, ഈ മുദ്രപത്രത്തിന്റെ പുറകെ പോയിട്ടില്ല, പൾസർ സുനി കണ്ട ആളുകളുടെ പുറകെ പോയിട്ടില്ല. മറിച്ച് ദിലീപ് എന്നൊരു ചെറിയൊരു സൂചന കിട്ടി, അവർക്ക് എത്രയും പെട്ടെന്ന് കേസ് ക്ലോസ് ചെയ്യണം. അതിനുവേണ്ടി ദിലീപിന്റെ പുറകെ നടക്കുകയും ദിലീപിനെതിരായ തെളിവുകൾ കണ്ടെത്തുകയും, അതായത് ദിലീപിനെതിരായ ഫേക്ക് തെളിവുകൾ കണ്ടെത്തുകയും ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ദിലീപ് അതിബുദ്ധിമാനായതുകൊണ്ട് തന്നെ നല്ല വക്കീലിനെ വെച്ച് നല്ല തെളിവുകൾ അങ്ങ് നിരത്തി പുള്ളി നൈസായിട്ട് അങ്ങ് വെളിയിലിറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവരും ചൊടിപ്പിച്ചത്. ഇന്നും എങ്ങനെയെങ്കിലും ദിലീപിനെ പൂട്ടണം എന്ന് പറഞ്ഞാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ എന്താണ് ഇതിന്റെ അകത്ത് സത്യാവസ്ഥ എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഓർക്കുക, ഒരു വ്യക്തി ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയും നാളെ ശിക്ഷ അനുഭവിച്ചു. ഇനിയും അയാളെ പെടുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് തെളിവുകൾ ഉണ്ടാക്കാം. അതിബുദ്ധിമാനാണെങ്കിൽ നിങ്ങൾക്ക് തെളിവുകൾ ഉണ്ടാക്കി ദിലീപിനെ കൊടുക്കാം. പക്ഷെ ദിലീപ് അതിൽ നിന്നല്ല ഊരിപ്പോരും. കാരണം അയാളുടെ ഭാഗത്ത് ദൈവമുണ്ട്. അയാൾ തെറ്റ് ചെയ്തില്ല എന്ന് എല്ലാവർക്കും ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപ് ഊരിപ്പോരും. ഒരുപാട് ആൾക്കാർ ദിലീപിനെ ഇന്നും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദിലീപിന്റെ സിനിമകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്.